ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആപ്പിൾ പുറത്തിറക്കിയത് ഒന്നല്ല 6 പ്രൊഡക്റ്റുകളാണ്. എന്ന് മാത്രമല്ല ഏറ്റവും വില കുറഞ്ഞ പുതിയ ഐഫോണും അക്കൂട്ടത്തിലുണ്ട്. ആദ്യം പുതിയ ഐഫോൺ 17e, ആപ്പിളിന്റെ പുതിയ അഫോർഡബിൾ ഐഫോൺ എന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പക്ഷേ ഫീച്ചറുകളിൽ വലിയ കുറവൊന്നുമില്ല. പുതിയ A19 ചിപ്പ്, 48MB ക്യാമറ, മാഗ്സേഫ് ചാർജിംഗ്, കൂടാതെ സ്റ്റോറേജ് ഇനി 256 GB തുടങ്ങുന്നത്. അടുത്തത് മാക്ബുക്ക് എയർ M5. ആപ്പിളിന്റെ പുതിയ M5 ചിപ്പ്, കൂടുതൽ പെർഫോമൻസ്, വൈഫൈ 7 സപ്പോർട്ട്, ബേസ് സ്റ്റോറേജ് ഇപ്പോൾ 512 GB. ആപ്പിൾ മാക്ബുക്ക് പ്രോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ M5 Pro, M5 Max ചിപ്പ് വീഡിയോ എഡിറ്റേഴ്സ്, ക്രിയേറ്റേഴ്സ്, ഹെവി യൂസേഴ്സ് എന്നിവരെ ലക്ഷ്യമിട്ടാണ്. കൂടാതെ ഐപാഡ് എയറും റിഫ്രഷ് ആയി. ഇപ്പോൾ അതിൽ M4 ചിപ്പാണ്. അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആപ്പിൾ അപ്ഡേറ്റ് ചെയ്തത് ഐഫോൺ, മാക്ബുക്ക് എയർ, മാക്ബുക്ക് പ്രോ, ഐപാഡ് എയർ. ഇതിനു പുറമെ പ്രോ ഡിസ്പ്ലേ XDR വേണ്ടെന്ന് വെച്ച് ഒന്നല്ല 2 പുതിയ മോണിറ്റേഴ്സ്, സ്റ്റുഡിയോ ഡിസ്പ്ലേ XDR എന്നിവ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം? ഐഫോൺ 17e ആണോ? മാക്ബുക്ക് എയർ M5 ആണോ? കമന്റ് ചെയ്യൂ.